മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വിജയബേരി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ പെപ് ടോക്ക് അറ്റ് ക്ലാസ് റൂമിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. A journey of 1,000 miles begins with a single step. ഒരു കൗതുകത്തിന് ഈ വചനം ആരുടേതാണ് എന്ന് ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ചൈനയിലുണ്ടായിരുന്ന ലവോത്സു എന്ന ആചാര്യന്റെ വരികളാണ് ഇത്. ഒന്ന് ആലോചിച്ച് നോക്കണം, കാലം ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ ആ വചനം ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ആശയം എത്രമാത്രം വലുതാണല്ലേ. ഒന്ന് ആലോചിച്ചാൽ ശരിയല്ലേ? പലരുടെയും ചിന്തയിൽ നിന്ന് ഉദിച്ച ആശയങ്ങളാവാം ഈ ലോകത്ത് മുഴുവൻ പലപ്പോഴും മാറ്റിമറിച്ചത്. അതുകൊണ്ട് തന്നെ പകച്ചു നിൽക്കാതെ യാത്ര തുടങ്ങുക എന്നതാണ് പ്രധാനം. യാത്ര തുടങ്ങാതെ ഒരാളും ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. ഒരു വിത്തിൽ നിന്നാണ് ഒരു മരവും പിന്നീട് അനേകം മരങ്ങളും ഒരു കാട് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഈ ഹരികുമാറിൻ്റെ സൂര്യകാന്തി പൂക്കൾ എന്ന കഥയാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത്. പണ്ടെന്നോ വായിച്ചതാണ്. അതുകൊണ്ട് ഓർമ്മയിൽ ഇപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ആ മഞ്ഞ നിറമുള്ള ചിത്രങ്ങളെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് കുതിച്ചോടുന്ന ഒരു തീവണ്ടിയുടെ ജാലകത്തിനരികിൽ സൂര്യകാന്തിയുടെ വിത്തുകളുമായിട്ട് നാട്ടിലെത്താൻ കാത്തിരിക്കുന്ന വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ദാസന്റെ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഒന്ന് ഭാവനയിൽ ഇങ്ങനെ വരച്ചിട്ടോണം കേട്ടോ. അവൻ അച്ഛനോടും അമ്മയോടും ഒപ്പം ബോംബെയിലാണ് താമസിച്ചിരുന്നത്. നാട്ടിലേക്ക് പോന്നപ്പോൾ അടുത്ത വീട്ടിലെ അമ്മയാണ് അവൻ്റെ കയ്യിൽ നാട്ടിൽ കൊണ്ടുപോയിട്ട് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂര്യകാന്തിയുടെ കുറച്ച് വിത്തുകൾ ഒരു കടലാസിൽ പൊതിഞ്ഞ് കൊടുത്തത്. അന്ന് രാത്രി അമ്മ അവനെ കുളിപ്പിച്ചപ്പോഴും അവൻ ഉറങ്ങിയപ്പോഴൊന്നും ആ പൊതി അവൻ താഴെ വെച്ചതേ ഇല്ല. കാരണം അവൻ അത്രമാത്രം ഇഷ്ടമായിരുന്നു ആ പൂക്കൾ. നാട്ടിലെത്തിയിട്ട് അത് മുറ്റത്ത് നട്ടുപിടിപ്പിക്കുന്നത് അവനിങ്ങനെ സ്വപ്നം കണ്ടു. അടുത്ത ദിവസം അതിരാവിലെ അവർ യാത്ര ആരംഭിച്ചു. തീവണ്ടിയുടെ ജനലിനരികിലിരുന്ന് പുറത്ത് കണ്ട മായാലോകത്തിൽ അവനിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയ സമയത്ത് അതവൻ്റെ കണ്ണുകളെ ഇങ്ങനെ തലോടിയപ്പോൾ തീവണ്ടിയുടെ ശബ്ദം ഒരു താരാട്ടായിട്ട് വന്നിട്ട് അവൻ്റെ കണ്ണുകളെ അടപ്പിച്ചു. ഒരു നിമിഷം അവൻ മയങ്ങിപ്പോയി. കൈവിരലുകൾ അറിയാതെ അയഞ്ഞു. വിത്തുകൾ ഉള്ള പൊതി തീവണ്ടിയുടെ ജനലിലൂടെ പുറത്തിട്ട കയ്യിൽ നിന്നറിയാതെ പറന്നുപോയി. അവൻ പെട്ടെന്ന് ഉണർന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. കമ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ഓടിക്കൂടി. അച്ഛനും അമ്മയും അവനെ അത്രമാത്രം ആശ്വസിപ്പിച്ചു. നാട്ടിലെത്തിയിട്ടും കുറേ നാളുകൾ കഴിഞ്ഞിട്ടും ആ സൂര്യകാന്തി വിത്തുകളുടെ ഓർമ്മ അവൻ്റെ കണ്ണുകളെ ഇങ്ങനെ നനച്ചുകൊണ്ടേയിരുന്നു. കാലം കടന്നുപോയി. അവൻ വളർന്നു. ഡൽഹിയിൽ അയാൾക്കൊരു ജോലി കിട്ടി. 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അയാൾ തീവണ്ടിയിൽ അതുവഴി യാത്ര ചെയ്യുമ്പോൾ ജനലഴികൾക്കിടയിലൂടെ ആ കാഴ്ച കണ്ടു. അത്ഭുതം കൊണ്ടും ആഹ്ലാദം കൊണ്ടും അയാൾ എഴുന്നേറ്റ് ഓടി കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ തുറന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുകയാണ്. അവിടെ കുന്നിൻ്റെ ചായ്വിൽ ആ താഴ്വരയിൽ ഒരു വലിയ സൂര്യകാന്തി തോട്ടം നിറഞ്ഞു നിൽക്കുന്നു. 10,000-കണക്കിന് സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. മഞ്ഞയുടെ പരവതാനി വിരിച്ചിട്ട പോലുള്ള ഒരു കാഴ്ച അദ്ദേഹം കണ്ട സമയത്ത് കാറ്റടിക്കുമ്പോൾ ആ പൂക്കളുടെ പരവതാനിയിൽ ഇങ്ങനെ ഓളങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് അയാളുടെ കണ്ണിൽ നിന്നും സന്തോഷത്തിൻ്റെ കണ്ണുനീരിങ്ങനെ ഒറ്റിട്ട് വീഴുകയാണ്. അതേ സ്ഥലത്ത് വെച്ചായിരുന്നു അന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിത്തുകൾ നഷ്ടപ്പെട്ടത്. കാറ്റ് ആ പൊതിയഴിച്ച വിത്തുകളെ മണ്ണിൽ വിതറിയതാവാം, അല്ലേ? വെയിൽ ആ വിത്തുകൾ ഉണക്കിയെടുത്തതാവാം. മണ്ണ് ആ വിത്തുകളെ തൻ്റെ മാറിൽ ഇങ്ങനെ മഴക്കാലം വരുന്നത് വരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവാം. മഴത്തുള്ളികൾ അവയെ തൊട്ടുണർത്തിയിട്ടുണ്ടാവാം. അത് ചെടികളായി വളർന്ന് പൂവും കായും ഒക്കെ ആയിട്ടുണ്ടാവും. വീണ്ടും വെയിൽ വന്നു, മഴ വന്നു, ഇതേ കാര്യം ആവർത്തിച്ചിട്ടുണ്ടാവാം. ദാസൻ തീവണ്ടിയുടെ സീറ്റിലിരുന്ന് ഓർക്കുന്ന ആ സുന്ദര നിമിഷങ്ങളെ നമ്മളിങ്ങനെ ഒന്നും മനസ്സിലിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കണം. ഒന്നും നമ്മൾ വേണ്ടെന്ന് വെക്കരുത്. മനസ്സിലുദിക്കുന്ന നന്മയുടെ ഓരോ വിത്തും വാരി വിതറണം. ചെറിയൊരു സ്വപ്നം പോലും മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതുമായിട്ട് വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ നടന്ന് നീങ്ങണം. നാളെ തീർച്ചയായിട്ടും നമ്മുടെ തോട്ടത്തിലും പൂക്കൾ വിടർന്നിരിക്കും. കാരണം എ ജേർണി ഓഫ് 1,000 miles begins with a single step.